ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് ബാഗെല്ലാം മൂടാൻ പ്ലാസ്റ്റിക് ഷീറ്റ് വാങ്ങാൻ ഇറങ്ങിയതാ. ഒരു ഹാർഡ്വെയർ കട ഒരു ഗ്രാമത്തിൽ കിട്ടിയിട്ടുണ്ട്. ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ചോദിച്ചു നോക്കാം. ഇതിപ്പോൾ എങ്ങനെ ഹിന്ദിയിൽ ചോദിക്കാമെന്നൊരു പിടുത്തില്ല. നമ്മൾ നിന്ന സഹയാത്രി ഹോട്ടലിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ നടന്നു വന്നിട്ടാണ് ഈ കട കിട്ടിയത്. അപ്പോൾ ഇവിടെ ഇല്ല. ഇനി തിരിച്ച് നമ്മളെ ഹോട്ടലിൽ പോയിട്ട് ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ബാക്കോട്ട് ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ പോകണം. എങ്കിലേ അടുത്ത ടൗൺ കിട്ടുള്ളൂ. അവിടെ മാത്രമേ സാധനം കിട്ടുള്ളൂ. കാരണം ഇനി നമുക്ക് ഈ എന്താ പറയുക പ്ലാസ്റ്റിക് സംഭവം ഒന്നും ഇല്ലാണ്ട് സൈക്കിൾ എടുക്കാൻ പറ്റില്ല. കാരണം അപ്പം ഞാൻ നനഞ്ഞു തുടങ്ങി. നല്ല വെയിൽ പെട്ടെന്നായിരുന്നു മഴ വന്നേ. അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോഴും കാർ ബാഗ് മൊത്തം മൂടി കിടക്കുക. അപ്പോൾ നമുക്ക് ബാഗെല്ലാം കവർ ചെയ്ത് നമ്മളെ ബെല്ലമുള്ള കൂടും സെറ്റാക്കാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ഇറക്കില്ല. അപ്പോൾ എന്തായാലും തിരിച്ച് വീണ്ടും 1 കിലോമീറ്റർ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ അങ്ങോട്ട് നടക്കണം. സൈക്കിൾ കൊണ്ട് പോക്ക് നടക്കില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ കിട്ടിയാൽ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഇന്നത്തെ ദിവസം തുടങ്ങാണ്. അപ്പോൾ ഇന്ന് എന്തൊക്കെ ഉണ്ടാകാൻ പോകണമെന്നൊരു പിടുത്തില്ല. അപ്പം പിന്നെ ഞാൻ രാത്രി മഴ പെയ്തപ്പോൾ ഞാൻ വന്നപ്പെട്ടത് നമ്മുടെ കണ്ണൂരുള്ള ബാബുച്ചേട്ടൻ്റെ ഈ ഹോട്ടലിലാണ് വന്ന് അപ്പോൾ എനിക്ക് എന്നെ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ കൈയടിച്ച് വിളിച്ചു. എനിക്ക് ഇവിടേക്ക് എടുക്കാനായിട്ട് സ്ഥലം ഞാൻ കാണിച്ചു തരാം. എന്തായാലും മിഞ്ഞാന്ന് വന്നു. അപ്പോൾ ഇന്നലെ മഴയുടെ കാരണം ഉണ്ടാവുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് 4 കിലോമീറ്റർ ബാക്കോട്ട് പോയിട്ട് ടൗണിൽ പോയിട്ട് ഇതാണ് സൈക്കിളിൻ്റെ ബാക്കിൽ ബാഗെല്ലാം പാക്ക് ചെയ്തുണ്ട്. ആ കവർ സാധനങ്ങൾ മേടിച്ചു. പിന്നെ ഒരു 3 ടീഷർട്ടൊക്കെ മേടിച്ചു. കാരണം പഴയ ടീഷർട്ടൊക്കെ ആ ഇല്ല ടൈമായി. 3 ടീഷർട്ട് നല്ല വില കുറവാട്ടോ. 3 എത്ര 700 രൂപ. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മേടിച്ചാൽ റേറ്റ് കുറവല്ല. നമ്മൾ ഭാവിച്ചേട്ടൻ പോകാൻ പോയിട്ട് റേറ്റ് കുറച്ച് മേടിച്ചു തന്നിട്ടുണ്ട്. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. കൊടുത്താൽ ആരും എഴുന്നേറ്റിട്ടില്ല. ആരും ഉറക്കത്തിലാണ്. അപ്പോൾ എന്തായാലും ഇനി യാത്ര തുടങ്ങാണ്. വീണ്ടും നല്ല ഉഷാറായി. മോക്കാകെ ഇതായി സെറ്റായി റെസ്റ്റ് എടുത്തപ്പോൾ തന്നെ. അപ്പോൾ ഞാൻ കിടന്ന സ്ഥലം കളി കാണിച്ചു തരാം. ബലമോളെ കഴുത്തിൽ എന്തിട്ടി അവള് ഇന്ന് അവളുടെ കഴുത്തിൽ ബെൽറ്റ് പൊട്ടിപ്പോയി. ഇന്ന് ഓടിപ്പോയി. ഞാൻ പിടിച്ചു കൊണ്ടു. ഇപ്പോൾ ശീലമായിപ്പോത്. കവറെല്ലാം വെച്ച് ബാഗെല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കിയതായി. ഇത് അവരെ പുതിയ തുടങ്ങാൻ പോകുന്ന ഷോപ്പായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിരുന്നു ടെൻ്റ് അടിച്ച് താമസിച്ച കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. ഇതാണ് നമ്മൾ ബാബുച്ചാട്ടൻ്റെ ഹോട്ടൽ കണ്ണൂരുള്ളത്. അപ്പോൾ സത്രയാണ് പിള്ളേട്ടാ. അപ്പോൾ ഇവിടെ നമ്മൾ യാത്ര തുടങ്ങാണ്. ആരും എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ആരെങ്കിലും നമ്മൾ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാണ്. ഇനി എന്തെങ്കിലും നാളെ തിരിച്ചു വരും. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ടെൻ്റെല്ലാം പാക്ക് ചെയ്യാണ്ട് ആകാശത്ത് മഴക്കാറ് നിൽക്കുന്നുണ്ട്. മഴയിൽ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള കവറും കാര്യങ്ങളൊക്കെ കിട്ടി ബാഗ് തന്നെ ഇരിക്കാൻ. അപ്പോൾ എന്തായാലും ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് തടസ്സങ്ങളുണ്ടെങ്കിലും അതെല്ലാം മാറി പോകുന്നുണ്ട്. പക്ഷേ മുഖത്തെ ഗ്യാരണ്ടി കളർ പോലെ വന്നുകൊണ്ട് അത് മാത്രം പോകില്ല. അപ്പോൾ എന്തായാലും ആവട്ടെ. അപ്പോൾ എല്ലാവരും ഭാവിച്ചിട്ടുണ്ട്. എല്ലാവരും വീണ്ടും താങ്ക്സ്. എന്തായാലും അടുത്തൊരു വരവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വരും. നമ്മൾ കാണും. അപ്പോൾ എല്ലാവർക്കും ബൈ. യാത്ര മുന്നോട്ട് പോകണം. കാരണം ആരും എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവരെ കണ്ട് എഴുന്നേൽപ്പിച്ചിട്ട് യാത്ര പറയാൻ പറ്റാത്തൊരു വിഷമം കൊണ്ടാണ് പോകണേട്ടാ.